നമസ്കാരം. ഹൈന്ദവ വിശ്വാസം പ്രകടമാക്കുന്നവരെ ചെളിവാരി തേക്കലാണ് ഇടത് കേന്ദ്രങ്ങളുടെയും സൈബർ സഖാക്കളുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും ഒക്കെ രീതി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നടൻ ഉണ്ണി മുകുന്ദൻ. ഭക്തി ഉണ്ടെങ്കിൽ അവരെല്ലാം സംഘികൾ, ദൈവങ്ങളെ കൂട്ടുപിടിച്ചാൽ അവരൊക്കെ BJP. ഇപ്പോഴിതാ അവസാനത്തെ ഇരയായി നടി രചന നാരായണൻകുട്ടിയെയും ഇവരൊക്കെ വേട്ടയാടുകയാണ്. സിനിമാ താരങ്ങൾക്ക് ഭക്തി പാടില്ലെന്നും അവരുടെ ഹിന്ദുത്വ വിശ്വാസം പൊതു ഇടങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പ്രചരിപ്പിച്ചാൽ അപ്പോൾ തന്നെ ചിലർക്ക് അത് വ്രണപ്പെടും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകളാൽ വേട്ടയാടപ്പെടുകയാണ് മലയാള സിനിമാ നടിമാരൊക്കെയും. അത്തരത്തിൽ അനുശ്രീ, കൃഷ്ണപ്രഭ, ശോഭന, നവ്യ നായർ എന്നിങ്ങനെ ഒട്ടേറെ നടിമാരെ മതം തലയ്ക്ക് പിടിച്ചവർ വേട്ടയാടിയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടതാണ്. ഇപ്പോഴത്തെ ഒടുവിലത്തെ ഇരയായി രചന നാരായണൻകുട്ടിയാണ് ഇവരൊക്കെ ഏറ്റുപിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി താരം തന്റെ തല മുണ്ടനം ചെയ്തിരുന്നു. അതിനു പിന്നാലെ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള രചനയുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ പങ്കുവച്ചു. അതാണ് ചിലരെ ചൊടിപ്പിച്ചത്. ഇതിന് പിന്നാലെ വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടുകയാണ് താരം. നിരവധി പേർ താരത്തിന് അനുഗ്രഹങ്ങൾ ആശംസിച്ചും രംഗത്ത് വന്നു. ഇതിന് പിന്നാലെയാണ് ചില സൈബർ ആക്രമണവുമായി ഇസ്ലാമിസ്റ്റുകൾ എത്തിയത്. തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് നടിക്കെതിരെ അസഭ്യ വർഷം ചൊരിയുന്നത്. ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ വരെ കമന്റുകളും പ്രതികരണങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രചന നാരായണൻകുട്ടിക്കെതിരെ. നിരവധി ഇസ്ലാമിസ്റ്റുകൾ വളരെ മോശമായ പരിഹാസകരമായ വാക്കുകളും കമന്റുകളിൽ പറയുന്നു. ശോഭന രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി തലസ്ഥാനത്ത് വന്നപ്പോഴും മതം പൊട്ടി ഒഴുകിയവർ ഇത്തരത്തിൽ വളരെ മോശമായ കമന്റുകൾ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിച്ചും ഇവരൊക്കെ രംഗത്ത് വന്നിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ രചനയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഉണ്ണി മുകുന്ദനെയും വേട്ടയാടിയവർ തന്നെയാണ് ഇങ്ങനെ ഭക്തി കാട്ടുന്ന സെലിബ്രിറ്റികളെയും വേട്ടയാടുന്നത്. ഹൈന്ദവ ആചാരങ്ങളെയും തന്റെ വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ് നടി രചന നാരായണൻകുട്ടി. കഴിഞ്ഞ ദിവസം തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് താരം തന്റെ തല മുണ്ടനം ചെയ്തത്. ഗോവിന്ദ ഗോവിന്ദ എന്നെ സമർപ്പിക്കുന്നു, അഹന്തയിൽ നിന്ന് മുക്തി നേടുന്നു, തമോ ഗുണങ്ങൾ നീക്കം ചെയ്യുന്ന ഭഗവാന്റെ സന്നിധിയിൽ എന്ന അടിക്കുറിപ്പോടെയാണ് വെങ്കടാചലപതിക്ക് രചന നാരായണൻകുട്ടി മുടി വഴിപാടായി നേർന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പ്രചരിപ്പിച്ചത്. ഇതാണ് ചിലരെ ചൊടിപ്പിച്ചതും വലിയ ചർച്ചയായതും.